നമ്മൾ കാണേണ്ടത് ഇത് വലിയ തോതിൽ അപകടം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് കണക്ക് കൊടുത്തില്ലെങ്കിൽ പോലും ഇത്തരം സംഘടനകളെ അവരുടെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമാണ്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പോൾ നല്ല ആശങ്ക പൊതുവെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ധാരാളം ക്രൈസ്തവ മേധാവികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആശങ്കയൊന്നും ഗവൺമെൻറ് പരിഗണിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഒരു ഗവൺമെൻറ് രാജ്യത്തെ ജനങ്ങളെ ആകെ ഒന്നിച്ചു നിർത്തിയല്ലേ പോകേണ്ടത്. അതിൽ ന്യൂനപക്ഷ വിഭാഗത്തെ പ്രത്യേകമായൊരു ശത്രുതയോടെ സമീപിക്കുന്ന നില ഗുണകരമായിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് അതാണ് സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ രാഷ്ട്രീയം കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത് BJP ആണ്. BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. RSS അംഗീകരിച്ച നയമുണ്ട്. ആ നയമനുസരിച്ച് 3 ആഭ്യന്തര ശത്രുക്കളാണ് അവർക്ക്. ആ 3-ൽ 2 മുസ്ലിമും ക്രിസ്ത്യനുമാണ്, അതായത് ന്യൂനപക്ഷമാണ്. ഇത് പരസ്യമായി പറഞ്ഞവരാണ് അവർ, രഹസ്യമല്ല. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് തുറന്നു വരുന്നത്. അപ്പോൾ അത്തരം വിഭാഗങ്ങളെ എങ്ങനെയൊക്കെ അപായപ്പെടുത്താൻ പറ്റും, ഇതാണ് സ്വാഭാവികമായി RSSും സംഘപരിവാറും ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് തുറന്നു വരുന്നത്.